അങ്ങനെ ടാറ്റ സ്റ്റീലിൻ്റെ ഈ കോഡോടിനോട് വിട പറഞ്ഞ് ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ ലോഡായതും ബില്ലാകുന്നതൊക്കെ വളരെ പെട്ടെന്നാണ് കേട്ടോ. ലോഡാകാനുള്ള സമയമാണ് മെയിൻ. ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഞാൻ പുറത്തെത്തി. നല്ലൊരു കുഴിയുണ്ട്. ഓ, അവിടുന്ന് യൂ ടേൺ അടിച്ചിട്ട് വേണം നമുക്ക് പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേ കൂടി എത്ര തവണ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു ഞാൻ. ഈ പാലത്തിലേക്ക് യൂ ടേൺ അടിച്ച് കയറണം. ഇത് സിംഗിൾ ക്രൗൺ ആണെങ്കിൽ ഒറ്റയടിക്ക് കിട്ടും. ഇത് നമ്മൾ 3 വണ്ടിയും ഡബിൾ ക്രൗൺ വണ്ടിയാണ്. ഒറ്റയടിക്ക് കിട്ടാൻ സാധ്യതയില്ല. നമുക്ക് കിട്ടുമോ നോക്കാം. ആദ്യം മാക്സിമം വലത്തടുപ്പിക്കുകയാണ്. ബ്രേക്കിൻ്റെ അകത്തുനിന്ന് എന്തോ സൗണ്ട് വരുന്നുണ്ട്. പുള്ളി നല്ലോ ഒറ്റയടിക്ക് കിട്ടില്ല. കുറച്ച് വേഗം വണ്ടി എല്ലാം അടിച്ചു കേട്ടോ. ഒരു ബൈക്ക് ഉണ്ട്, അതിനെ ശ്രദ്ധിക്കണം. ചളിയിലൊക്കെ കയറുമ്പോൾ എനിക്ക് നെന്നത്തൊന്ന് കത്തുകയാണ്. ഫൈനലി അക്കംപ്ലിഷ്ഡ്. അങ്ങനെ ആ ചെറിയ റോഡിലേക്കൂടി കറങ്ങിത്തിരിഞ്ഞ് ഞാൻ ഹൈവേയിലെത്തി. ബാക്കിയുള്ള മറ്റ് 2 ആളെ ഒരു വിവരമില്ല. ഞാനെന്തായാലും മാപ്പ് ഓണാക്കി വെച്ചേക്കണ്. അവർ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഇതിപ്പോൾ വിജയവാഡ ടൗൺ കയറി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അങ്ങ് പോവാം മാപ്പ് നോക്കിയിട്ട്. നമ്മളിപ്പോൾ വിജയവാഡേൻ്റെ ഉള്ളിലൂടെയാണ്, ടൗണിലേക്കൂടെയാണ് പോണത് കേട്ടോ. ഈ താഴെ 2 ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പോകുന്ന റോഡ് പിന്നെ ഹൈദരാബാദിലേക്കുള്ളതാണ്. ഇത് ചെന്നൈ റോഡാണ്. ഇപ്പം നേരെ ചെന്നൈയിലേക്ക്. ബാക്കി മുന്നേ പോയ ഡ്രൈവർമാരെ ഞാൻ കണ്ടില്ല കേട്ടോ. അവരെ ചിലപ്പോൾ വിട്ടടിച്ച് പോയിട്ടുണ്ടാകും. ഞാൻ പയ്യാണ് പോണത്. വിജയവാഡ അത്യാവശ്യം വലിയ ടൗണാണ് കേട്ടോ. ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലം ഭയങ്കര പ്രശ്നമാണ്. 3G ആയെന്നാ തോന്നുന്നത്. ഇവിടെ ഈ ഫാസ്ടാഗ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും ഞാൻ ബാക്ക് എടുക്കേണ്ടി വരുമോ. ഇപ്പുറത്തെ ലൈനിലുള്ള എല്ലാ കാറുകളും ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. ലോറിൻ്റെ ശരിയായിട്ടുണ്ട്. ഇനി എന്തത് ശരിയാവുമെന്ന് അറിയില്ല.
ഓക്കെ ശരി. ഇപ്പോൾ 11 കാലമായി കേട്ടോ. ഞാൻ കൃത്യം 51 കിലോമീറ്റർ എങ്ങാണ്ട് ഓടി. പിന്നെ നമുക്കിത് ടൈറ്റ് ചെയ്യാം. എന്തായാലും ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞിട്ടാകുമ്പോൾ ടൈറ്റ് ചെയ്യാം. അതൊന്ന് അടിച്ചോ. ഇത് സംഭവം ലൂസായിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ലൂസായിട്ട്, ഇത് ലൂസായിട്ടുണ്ട്. നല്ല രീതിയിൽ ലൂസായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇതിപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ചെറുതായിട്ടൊന്ന് ടൈറ്റ് പിടിക്കുക. ഓൾറെഡി ടൈറ്റാണ്. ഇതെന്താ പ്രശ്നം വെച്ചാൽ ടൈറ്റ് എങ്ങോട്ടേക്കാന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ടൈറ്റ് ആക്കട്ടെ. ഞാനിത്തിരി സമയം അതാണ് ഈ ടൈറ്ററിൻ്റെ പ്രശ്നം. അതാണ് എങ്ങോട്ടേക്കാണ് ടൈറ്റ് ആക്കുന്നത് മനസ്സിലാവില്ല. ഇനി ഇവിടുന്ന് 310 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത്. ഈ സെയിം ഹൈവേ തന്നെയാണെന്ന് തോന്നണേ. അങ്ങനെ ഒരു ജിയോൻ്റെ പമ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് പെട്രോൾ ഡീസൽ ഫില്ല് ചെയ്തിട്ട് പോവാം. അതാ 8641 റുപ്യക്ക് ഫുള്ളായിട്ടോ. ഫുൾ ടൈം കഴിഞ്ഞു. ഞാൻ പറയില്ല 10,000 ആ ഒരു റേഞ്ച് വരും. കാരണം അവിടെ നിന്ന് നമ്മൾ കാലിയല്ലേ ഓടി വന്നത്. ഓക്കെ 2 മണിയായി. ഞാൻ ടോട്ടൽ ഇപ്പം 140 കിലോമീറ്റർ ഓടി കേട്ടോ. 140 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. എനിക്കൊരു ചായ കുടിക്കണം. ഉറക്കം വരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുങ്ങനെയൊക്കെ ഉറക്കം വരുന്നുണ്ട്. പക്ഷെ അത് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഉറക്കമൊന്നുമില്ല. ടോട്ടൽ നമ്മൾ 210 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്തു. എനിക്ക് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് കണ്ണ് അടക്കണം. ഞാൻ ബെഡിലൊന്നും കയറി കിടക്കണില്ല. സമയം 4:30ആയി. ഞാൻ കുറച്ച് സമയം ഉറങ്ങി. 1 മണിക്കൂർ കറക്റ്റ് ഉറങ്ങി കേട്ടോ. ചെയിനൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തു. ടൈറ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. വീണ്ടും റീടൈറ്റ് ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടുന്ന് 170 കിലോമീറ്റർ അങ്ങനെ എന്തോ ആണ് ഉള്ളത്. ഒരു രക്ഷയില്ലാത്ത റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റൂട്ട് കേട്ടോ. നല്ല അടിപൊളി വൈബ് സ്ഥലം. ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷയില്ല. രാവിലെ ഈ സമയത്ത് എൻ്റെ എന്താ പറയുക, എൻ്റെ മൂഡ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു നേച്ചറിനെ കൊണ്ട് ചേഞ്ച് ആക്കി തരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ്. എനിക്ക് ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. സൺറൈസ് ആയില്ല.
ഗൂഗിൾ മാപ്പ് എന്നെ ശരിക്കും ചതിച്ചു. എന്നെ ഒരു വലിയ ടൗണിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേക്കണേ. ഇവിടെ തെറിയൊക്കെ കിട്ടി, കുറേ തെറിയൊക്കെ കിട്ടി. ഓട്ടോക്കാരൊക്കെ വണ്ടിയിൽ ഉരക്കൊക്കെ ചെയ്തു. അറിയില്ല, ഇനിയിപ്പോൾ അവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുക്കാനുണ്ട്. ആ ടേൺ കിട്ടോ ഇല്ലയോ എന്നറിയില്ല. ഒരു ഷേപ്പിലൊരു വളവ് എടുക്കാനുണ്ട്. ആകെപ്പാടെ കുടുങ്ങി. ഇതുപോലത്തെ ചെറിയ റോഡിലേക്ക് കൂടി കേട്ടോ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലാത്ത റോഡാണ്. ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോയി. ഞാൻ ആകെ ടെൻഷൻ അടിച്ചു കേട്ടോ. ആ ടൗണിൽ കയറിയിട്ട് പണി പാളിന്ന് വിചാരിച്ചു. എല്ലാവരും തെറിയും പറയാണ്. വളവ് ഇങ്ങനെ കറക്റ്റ് എൽ ഷേപ്പിലുള്ള വളവൊക്കെ ഉണ്ടായിരുന്നു ആ ടൗണിൻ്റെ അകത്ത്. അതിനുശേഷം ഒരു ഗ്രാമത്തിലേക്കൂടെ ഒരു 10-12 കിലോമീറ്റർ വന്ന് അത് അത്യാവശ്യം അടിപൊളി ഇതായിരുന്നു, സീനിക്കായിരുന്നു. നമ്മളെ തമിഴ്നാട്ടിലൊക്കെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഗ്രാമമായിരുന്നു. അവിടുന്ന് ലെഫ്റ്റ് അടിച്ചിട്ടാണ് ഈ റോഡിലേക്ക് കയറിയത്. ഇവിടെ എവിടെയാണ് കമ്പനി. എത്തി എൻ്റെ പേപ്പേഴ്സൊക്കെ കൊണ്ടു കൊടുത്തു. ഞാനിവിടെ സൈഡിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നേ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വണ്ടി ഇങ്ങനെ ചെരിഞ്ഞു സൈഡിലേക്ക്. അപ്പം ഞാൻ പേടിച്ചിട്ട് അവിടെ നിർത്തി. നല്ല ചെരുവാന്ന് തോന്നുന്നു. ഓ, വണ്ടി അങ്ങനെ ചെരിഞ്ഞിട്ടാണല്ലേ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവോ? ഉള്ളി കയറ്റി ഇട്ടണോ അല്ല അപ്പുറത്തെ സൈഡ് ആ സൈഡ് ഇട്ട് കഴിഞ്ഞാലോ ഇട്ടാലോ? അങ്ങനെ മാറ്റി വയ്ക്കാനാണ്. അവിടെ ഇപ്പോൾ ഒരു ഹോട്ടലുണ്ട് അതിൻ്റെ ഉള്ളിൽ. അവിടെ പോയിട്ട് വല്ലതും കഴിക്കാം. ഈ ക്യാപ്പില്ലേ, ഞാനിവിടെ എത്തുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെയാണ് ശ്രദ്ധിച്ചത്. ഗ്ലാസ്സിൽ കൂടെ നോക്കുന്ന സമയത്ത് ഈ ക്യാപ്പ് തുറന്ന് കിടക്കായിരുന്നു. കുറച്ച് ഡീസലൊക്കെ ഇതിൻ്റെ കൂടി ചാടിയിട്ടുണ്ട്. ഇത് ഒരുപാട് പോയേക്കണോ ഇല്ലയോ എന്ന് അറിയില്ല. ഈ ചെയിന് ലൂസായിട്ടുണ്ട് കേട്ടോ, ഇത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇടക്കിടക്ക് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് ലൂസായിട്ടുണ്ട്, നന്നായിട്ട് ലൂസായിട്ടുണ്ട്. പൂരിയാണ് കിട്ടിയേക്കണേ. പൂരിയും ആ മധുരമുള്ള സാധനവും കടലക്കറി, ബാജിക്കറിയോ കടലക്കറിയോ അങ്ങനെ എന്തോ വേണം. പിന്നെ ഒരു ചായയും കേട്ടോ. ജസ്റ്റ് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ശരി, ബൈ. കോളിഫ്ലവർ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ. കുഴപ്പമില്ല, വിശക്കുണ്ടെന്നാ. ഉള്ളിലേക്ക് കയറ്റി കേട്ടോ. ഇപ്പോൾ ഇപ്പം തന്നെ അൺലോഡ് ആവുമെന്ന് അറിയില്ല. അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ഓട്ടോമാറ്റിക് പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് ഉറങ്ങി വന്നതായിരുന്നു. അപ്പോഴാണ് അവരൊന്ന് വിളിച്ചത്. ഇതിൻ്റെ ഉള്ളിലേക്ക് റിവേഴ്സ് ഇടണ്ടേ. റോഡ് റിവേഴ്സ് തന്നെ കുറേ പ്രാവശ്യം മുന്നോട്ടും ബാക്കോട്ടും എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പണി പാടുമല്ലോ. ഞാൻ ആ ചെയിനൊക്കെ അഴിച്ച് വെച്ച് ടൈറ്ററൊക്കെ എടുത്തിട്ട് ഉള്ളിൽ വെച്ചിട്ടോ. ചെയിനും ടൈറ്ററെല്ലാം എടുത്ത് വെച്ചു. ഒരു അരമണിക്കൂർ സമയം എടുത്തിട്ടോ. ഒരു ടൈറ്റർ അയക്കാൻ കിട്ടുന്നില്ലായിരുന്നു ടൈറ്റായിട്ട്. ടൈറ്ററല്ല, ടൈറ്റർ ജോയിൻറ്റ് ചെയ്യുന്ന സാധനം. അതിനെന്തോ പേര് പറയാണ്ട് എനിക്കറിയില്ല. ഇനിയിപ്പം
നമ്മൾ വേ ബ്രിഡ്ജിൽ ആദ്യം കയറുമ്പോൾ തൂക്കിയിട്ടുണ്ടായിരുന്നു, ഇറങ്ങുമ്പോൾ തൂക്കി, കാലി തൂക്കി. ഇനിയിപ്പോൾ ഈ സ്ലിപ്പ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ റിസീവ്ഡ് സാധനം കിട്ടും. അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകട്ടെ. ഇത് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞായിരുന്നു. ബാക്കിയുള്ള സ്ഥലത്ത് പോലെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഞാൻ പുറത്തിറങ്ങി ഇവിടെ ഒരു സൈഡിൽ നിർത്തിയേക്കുവാണ്. അടുത്ത ലോഡിൻ്റെ കാര്യം അല്ല വണ്ടീൻ്റെ വർക്കിൻ്റെ കാര്യം ഒന്നും പറഞ്ഞില്ല, വിളിക്കാന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് രാവിലെ ആ ടൗണിൽ നിന്ന് ഞാൻ ശരിക്കും പെട്ടുപോയായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ ലെഫ്റ്റിലൊരു സർവീസ് റോഡ് കയറേണ്ടത് അത് കണ്ടില്ല, കയറിയില്ല. പിന്നെ പോയിട്ട് റൈറ്റിലേക്ക് നേരെ ഗൂഡൂർ എന്ന് പറയുന്ന ടൗണിലേക്കാണ്, ഗൂഡൂർ എന്ന് തന്നെയാണ് തോന്നുന്നത്, ടൗണിലേക്കാണ് ഞാൻ കയറിപ്പോയത്. ഒക്കെപ്പാടെ വഷളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ വഷളായി പോയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് രാവിലെ ആയതുകൊണ്ട് ഒരു 7 മണി ആ സമയത്തെങ്ങാണ്ടാണ് ഞാൻ കയറിയത്. കുറച്ച് സമയം കൂടി ഒരു 9 മണി ആ സമയത്തെങ്ങാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയായിരുന്നു. ഞാൻ അവിടെ എവിടെയെങ്കിലും സൈഡാക്കി എടുത്തിട്ട് പിന്നെ രാത്രിക്ക് എങ്ങാണ്ട് വരാൻ പറ്റില്ലായിരുന്നു. ഏതായാലും നമ്മളെ തൊട്ടപ്പുറത്തുള്ള വണ്ടിയിൽ അവിടെ അതിൻ്റെ അകത്ത് ഫുഡ് ഒക്കെ ഉണ്ട്. എന്നോട് ഫുഡ് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഫുഡ് വെച്ചോ, എനിക്കും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ വണ്ടിയിലേക്ക് പോവാം. അവരെന്താ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. ഒക്കെ ഇവിടെ തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത്. തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഐശ്വര്യമായിട്ട് ഗ്യാസ് കത്തിക്കാണ്. കത്തി അതെന്നത് ജീരകമോ? കടുക്, ജീരകം, മറ്റേ വേറെന്താണ് പരിപ്പ്, ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇങ്ങനെ ഗുമ്മുന്ന് പൊട്ടുമ്പോൾ പച്ചമുളക് ഇട്ട് 4 പച്ചമുളക് കീറിയത്, നല്ല പച്ചമുളകിൻ്റെ മണം വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഉള്ളി, വെളുത്തുള്ളി, എന്നിട്ട് എണ്ണം പറഞ്ഞ പോലെ കടുവറ. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മളെ മാമൻ എന്ത് പണിയെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ തക്കാളി, ഇതായിട്ട് നമ്മളെ കുട്ടിയെന്നെ കാണാൻ കുട്ടിയെന്നല്ല, വലിയ ആളാണ്. ആണോ ഉങ്ക പേരെന്നെ? ചെല്ലപ്പാണ്ടി. ഉപ്പ്, കല്ലുപ്പ്, ഡീപ്പ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ വാടും കേട്ടോ ഉള്ളിയൊക്കെ. തക്കാളി, ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം മുളക് പൊടി, മഞ്ഞപ്പൊടി പോട്ടെ. അയ്യോ അത് മിസ്സായിപ്പോയല്ലേ. മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു കേട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് കഴിഞ്ഞതിന് ശേഷം അരി കഴുകി. ഇതെന്നാ അരി എണ്ണ? അരിസി എന്ന അരിസി പേര് കണ്ണം ബ്രാൻഡ്. മല്ലി അരിസിയാ? പൊന്നി അരിസിയാ ഇത്? ആഹാ ഓക്കെ, പൊന്നി അരിസി. തക്കാളിയിലൊക്കെ സെറ്റായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചോട്ടോ. പിന്നെ അരി വാരിയിടുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മളെ കമ്പനീൻ്റെ വണ്ടി ബംഗ്ലാദേശിലെ 13 വണ്ടിയാ? ഒരു മാസം அதுக்கு பணம் கிடைக்காதுல்ல? ஆல்ட்டுக்கு அந்த ஆல்ட்டுக்கு பணம் கிடைக்குமா? கொடுத்தாங்க. 2 ഗ്ലാസ് വെള്ളം. അരി വെള്ളം പോട്ടെ, 1 ഗ്ലാസ്സാ? தக்காளி இதெல்லாம் இருக்குல்ல, ஒரு 1.5 4.5 5 கிளாஸ் கணக்கு. ஓகே, ஊற்று 5 கிளாஸ் ஊற்ற இழுத்துரும், தண்ணி இழுத்துரும்.
ഒരു 1.5 ഗ്ലാസ് അരിക്ക് 4-5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. லிவர் லைஃப் மிலிட்ரியில் வந்து சண்டை போட போகிறோம்ல, இப்போ எதிர்ப்படையில் முன்னேறி போகையில் வந்து எந்த நிமிஷமும் உயிர் போகலாங்கிற எண்ணத்தை எண்ணிக்கிட்டு தான் போகும். புரியுதா? அதே மாதிரி நம்ம ட்ரைவிங் பண்ணையில் வந்து எந்த நொடியும் நம்ம வந்து உயிரோடு இருக்க வாய்ப்பு இல்லை. அதுதான் உண்மையும் கூட. அதனால் அதை பெருசாக எடுத்துக்கிட்டது இல்லை. மேபி அது நம்ம மிஸ்டேக்கு கூட. அது நம்ம மிஸ்டேக் இல்லாட்டில் எந்த வரவங்க இருக்குது. மறுபடியும் வண்டியே சில நேரங்களில் சில ப்ராப்ளம் ஆயிரும். நமக்கு தெரியாமல் சில ஏதாவது ஒரு நட்டு கலர்லாம் போகலாம், ஏதாவது ஒன்று ஆகலாம். அது நம்ம கண்ட்ரோலில் இல்லை. அதெல்லாம் வந்து அதனாலதான் இல்லை. வண்டியே சில நேரங்களில் லோடு போகுது, ஏதோ வீல் நட்டு கலருது, இல்லை வேறு ஏதாவது ஒரு இதாகுது, வீல் பஸ்ட் ஆகுது, நிறைய விஷயம். இல்லை எதிரில் வரவன் குறுக்க பாஞ்சிருக்கான். ஏதோ ஒரு நாய் குறுக்க பாஞ்சாலே எவ்வளோ பெரிய இதாக இருக்குது. நாய் வந்து ரோட்டில் குறுக்க பாஞ்சா அங்கே பாரு வீந்துட்டேன். சரக்கா இங்கேயா? ஐயோ, போய் எங்கே போய் பாஞ்சிருக்கான்? போய் பிடிக்கணுமா? எடுத்துட்டான். அதை பற்றி சொல்லிட்டே இருக்குது. கரெக்டாக போய் நம்மள தக்காளி சோறு தான். റൈസ്, ഉള്ളി, കുറച്ച് ഉപ്പ്, എന്നാ நல்லா இருக்கண்ணா. മല്ലിക്കുളം പോകണം. ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം ഒരു ഹോംലി ഫുഡ് കഴിച്ചൊരു ഫീലാണ്. ഇനിയിപ്പോൾ അറിയാലോ, 1 മണിക്കൂറാണ് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഒരു 1/4 മണിക്കൂർ ഉറങ്ങുമ്പോഴത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് വണ്ടി സർവീസിന് കൊണ്ടുവന്ന കാര്യം അല്ലെങ്കിൽ വേറെ ലോഡിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അവർ വിളിക്കുന്ന സമയത്ത് ഞാനിനി ഫോൺ എടുക്കണമെന്നില്ല. ഞാൻ ഉറങ്ങാൻ പോവാണ്. നമുക്ക് ഉറങ്ങണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ഹായ്. സമയം ഇപ്പോൾ 4:20. ഞാൻ 1 മണിക്കൂർ ഉറങ്ങി. 3:30 വരെ എങ്ങാണ്ട് ഉറങ്ങി. അതിനുശേഷം വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. വണ്ടീൻ്റെ ഉള്ളു മാത്രം ഒന്ന് വൃത്തിയാക്കി. പിന്നെ അങ്ങനെ വലിയ രീതിയിൽ ഒന്നും വൃത്തിയാക്കില്ല. പൊടിയൊക്കെ ഒന്ന് അടിച്ച് തൂക്കി എല്ലാ കാര്യങ്ങളൊന്നും അടുക്കി പെറുക്കി വെച്ചു. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ഗ്ലാസ് ഒന്ന് കഴുകണം. ഈ സൈഡ് ക്വാർട്ടർ ഗ്ലാസ് ഒന്ന് കഴുകണം. റിയർ വ്യൂ മിററും കൂടി ഒന്ന് കഴുകണം. അത്രയേ ഉള്ളൂ. എന്നിട്ടൊന്ന് എനിക്ക് തുണി വാഷ് ചെയ്യണം, കുളിക്കണം. ചെന്നൈയിലേക്കാണ് എനിക്ക് ലോഡുള്ളത് കേട്ടോ. ചെന്നൈയിൽ നിന്നാണ് ലോഡുള്ളത്. ഇവിടുന്ന് ചെന്നൈയിലേക്ക് കാലി വേണം. അല്ലേ, അവിടുന്ന് എനിക്ക് കുളിക്കാനും അതിൻ്റെ അത് വെള്ളമുണ്ട് കേട്ടോ. കുളിക്കാനും തുണി വാഷ് ചെയ്യാനൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ കുളിച്ചിട്ട് തുണി വാഷ് ചെയ്തിട്ട് പോകാം. വണ്ടീൻ്റെ വർക്കൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എവിടെയെങ്കിലും പണി കിട്ടിയിട്ട് കിടക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ വളരെ മികച്ചൊരു കുളിയും തുണിയൊക്കെ വാഷ് ചെയ്തു. എല്ലാം വാഷ് ചെയ്തു. ഇതാണ് വെള്ളം കേട്ടോ. കുഴപ്പമില്ല. തുണി വാഷ് ചെയ്യുന്ന വീഡിയോ എടുത്തായിരുന്നു, അതൊന്നും കിട്ടിയില്ല, ഒഴിവാക്കി. ഇനി എനിക്ക് അവർ രണ്ടുപേരും പോയി. അവർ എന്നെ വെയിറ്റ് ചെയ്തില്ല. ഞാൻ ആദ്യം വരുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് വണ്ടിക്ക് വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ടേ പിന്നെയാണ് പ്ലാൻ ചേഞ്ച് ആയത്. അപ്പോൾ അവർ പോയി. എനിക്കറിയില്ല. ഞാനിനി ഇപ്പം പോയി കഴിഞ്ഞാൽ രാവിലെ പോയ പോലെ ടൗണിൽ കയറാണ്ട് പോകാൻ പറ്റുന്ന എന്തെങ്കിലും വഴി നോക്കണം. ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോവും. നമ്മൾ കാലി ഓടുന്ന സമയത്ത് ഈ ട്രെയിലറിന് ഉള്ള ബ്രേക്ക് നമ്മൾ റിമൂവ് ചെയ്യും കേട്ടോ. അതിൻ്റെ സ്വിച്ച് ഇവിടെ പോകാണ്ടുണ്ട്. ഇതാണ് എൻ്റെ സ്വിച്ച്.
ഇപ്പം ട്രെയിലറിൻ്റെ ബ്രേക്ക് റിമൂവ് ആയി. ട്രെയിലറിൻ്റെ ബ്രേക്ക് റിമൂവ് ആക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ വീലും കിടന്നിട്ട് പിടിച്ചിട്ട് സഡൻ ആക്ഷൻ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ പിറകുന്ന വരുന്ന വണ്ടികൾ വന്നിട്ട് അടിക്കും. സഡൻ ബ്രേക്ക് ആയിരിക്കും ഉണ്ടാവുക എപ്പോഴും. അതുകൊണ്ട് ട്രെയിലറിൻ്റെ ബ്രേക്ക് അങ്ങ് അഴിച്ചിടും. ലോഡില്ലല്ലോ, ലോഡില്ലാത്തതുകൊണ്ട് നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യമില്ല ട്രെയിലറിന്.